കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പം ഞാൻ ഞെട്ടി മാമ. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം വാ കാണിച്ചു തരാം. ഇല്ലാത്ത വർഗം, നാണക്കേട്, സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. ഈ ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിച്ചക്കാരിയായിട്ട് പോകണം എവിടെയും പോകും. മറ്റുള്ളവർ ഓടിക്കത്തില്ല കുളിക്കാനും നനയ്ക്കാൻ നടന്ന. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? ഈ റീലിന്റെ കമന്റ് സെക്ഷൻ നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. എന്റെ പൊന്നോ വേണ്ട. നെഗറ്റീവ് കമന്റ് കാരണം ഫസ്റ്റ് കമന്റിന് രേണുവിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം. ഉറക്കം വരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, നെഗറ്റീവ്സിന് റിപ്ലൈ ഇല്ല. കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ. നിങ്ങൾ വീണ്ടും ഇടൂ. നെഗറ്റീവിനും പോസിറ്റീവിനും എല്ലാത്തിനും നന്ദി, താങ്ക് ഓൾ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ഈ ഒരു കമന്റ് ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു ബന്ധുച്ചാണ് അവിടെ. അല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കമന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മരിച്ചുപോയവരുടെ ഭാര്യ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് എപ്പോഴും ആ മരിച്ചുപോയ വ്യക്തിയെ പറ്റി ആലോചിച്ച് ഇരിക്കണമെന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നന്നായിട്ടുണ്ട്, പക്ഷെ സുധിച്ചേട്ടനെ ഓർത്തു പോകുന്നു. ഇങ്ങനെയുള്ള ഇതുപോലെ ഭയങ്കര ഇങ്ങനെയൊക്കെയുള്ള കമന്റ് ആണ് തെറി കമന്റിനേക്കാളും കൊള്ളുന്നത്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. പക്ഷെ ഈ ഒരു റീലിനകത്ത് മോശമായിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. അവര് ആ ഒരു സിനിമയിലെ ആ ഒരു സീൻ റിക്രിയേറ്റ് ചെയ്തു, അത്ര തന്നെ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവൾ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കുന്നവരോട് സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴും ഇവൾക്ക് ഇവളുടെ കഴിവുകൾ കാണിക്കാമായിരുന്നു. പക്ഷെ അന്ന് ഇവൾ നല്ലൊരു ഭാര്യ ആയിരുന്നു. ഇന്ന് അങ്ങേരുടെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് ഇവൾ ഫേമസ് ആവാൻ നോക്കുന്നു. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. അല്ല, ഇങ്ങനെ ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേര് തന്നെ ശുദ്ധിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുമ്പോൾ നിനക്ക് എന്ത് സന്തോഷമാണ് അഭിലാഷെ? അഭിലാഷ് എന്നാണോ? അബീഷ്. ഓക്കെ, കബീഷ് എന്ന് പറഞ്ഞ കുറച്ചുകൂടെ ബെറ്റർ ആയനെ. അബീഷെ നിനക്ക് കിട്ടുന്നത് പണി എടുത്ത് ജീവിക്കാൻ മേലെ. വേറൊരു 4 കമന്റ് ഇട്ടേക്ക. കളി കിട്ടുമോ ദാസേട്ടാ? അമ്മമ്മമാരൊക്കെ സ്വന്തം സഹോദരനാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ. നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് കഴിയുമ്പോ സോറി ചേച്ചി എന്നാ ഡിലീറ്റ് ആയി. വെറും മാംസമല്ല പെണ്ണ്, അവൾക്ക് ഒരു മനസ്സുണ്ട്. ഇനി ഒരു പെണ്ണിനെ കാണുമ്പോ നീ അത് ഓർക്കണം. മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് അവൻ പറഞ്ഞത്. ഒന്ന് ഞാൻ ഇതിനകത്തൊന്നും ഉത്തരം പറഞ്ഞു. നീ നിയമത്തിന്റെ മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണോന്ന് പറഞ്ഞു. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ.